വർഷം 1873 ജനുവരി 2 ഫ്രാൻസിലെ അലൻസോൺ എന്ന മനോഹര നഗരത്തിൽ ദൈവസ്നേഹത്തിൽ വളർന്ന ഒരു കുഞ്ഞു ജനിച്ചു. അവളുടെ പേര് ത്രേസ്യ മാർട്ടിൻ. പിന്നീട് ലോകം അവളെ കൊച്ചു പുഷ്പം എന്ന് വിളിച്ചു. ചെറുപ്പം മുതൽ തന്നെ അവളുടെ ഹൃദയം ദൈവത്തിനായിരുന്നു. അവൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടെ ചെയ്യാൻ പഠിച്ചു. ചെറിയ വഴിയിലൂടെ ദൈവത്തെ സ്നേഹിക്കുക, ഇതായിരുന്നു അവളുടെ ജീവിതം. പിന്നീട് വെറും 15-ാം വയസ്സിൽ അവൾ കാർമൽ മഠത്തിൽ ചേർന്നു. അവിടെ പ്രാർത്ഥനയും ത്യാഗവും നിറഞ്ഞ ജീവിതം നയിച്ചു. ഒരു ദിവസം ഗുരുതര രോഗം ബാധിച്ച ഒരാൾ കൊച്ചു ത്രേസ്യയോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അത്ഭുതമായി അയാൾക്ക് സൗഖ്യം ലഭിച്ചു. അങ്ങനെ അവളുടെ മാധ്യസ്ഥതയിലൂടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു. മരിക്കുന്നതിന് മുൻപ് കൊച്ചു ത്രേസ്യ ഒരു വാക്ക് പറഞ്ഞു: ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ റോസാപ്പൂക്കളുടെ മഴ പെയ്യിക്കും. അതിനുശേഷം അവളോട് പ്രാർത്ഥിച്ച അനേകം ആളുകൾ അപ്രതീക്ഷിതമായി റോസാപ്പൂക്കൾ ലഭിച്ചതായും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചതായും സാക്ഷ്യം പറഞ്ഞു. ഇന്നും അവളെ ചെറുപുഷ്പം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അവളുടെ ജീവിതം വളരെ ചെറുതായിരുന്നു, എന്നാൽ അവളുടെ സ്നേഹം അതീവ വലുതായിരുന്നു. അങ്ങനെ 1897 സെപ്റ്റംബർ 30 24-ാം വയസ്സിൽ കൊച്ചു ത്രേസ്യ ദൈവസന്നിധിയിലേക്ക് അനയിക്കപ്പെട്ടു. പിന്നീട് 1925 സഭ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി.